ശ്രീമതി ശശികല ടീച്ചറൊപ്പം ചേരുന്നുണ്ട്. ശശികല ടീച്ചർ, ഇന്നലെ വലിയൊരു വിവാദം ഉണ്ടാക്കിയതാണ് ഇടതു കക്ഷികൾ. പക്ഷേ ഇന്ന് നോക്കൂ, നമ്മുടെ രാഷ്ട്രപതി പ്രഥമ പൗരൻ്റെ ചിത്രം ദർബാർ ഹാൾ പോലൊരു ചരിത്ര ഹാളിൽ ഇല്ല എന്ന വാർത്ത വരുന്നു. എന്താണ് പ്രതികരണം? രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ ദേശീയതയോടുള്ള അവരുടെ അടങ്ങാത്ത പക, അത് അവരുടെ ഉള്ളിലുള്ള വിഘടനവാദമാണ് അവരെ അത്തരത്തിലേക്ക് നയിക്കുന്നത്. ഇത് ഭാരതത്തിന്റെ ഭാഗമാണ് എന്ന് അംഗീകരിക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട്. അതിലുപരിയായിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാ? ഇപ്പോഴത്തെ രാഷ്ട്രപതിയുടെ ഫോട്ടോ അവിടെ വെക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർ ഈ പുറത്തേക്ക് എന്തൊക്കെ പറയുമ്പോഴും അവരുടെ ഉള്ളിലാണ് ഇപ്പോഴും ജാതീയതയും അതും അല്ലെങ്കിൽ ആ ഒരു സവർണ മനോഭാവം ഒക്കെ ഉള്ളത്. കാരണം ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് മന്നവും മറ്റുള്ളവരും ഒക്കെ സ്വന്തം ജാതി പേര് മുറിച്ചു കളഞ്ഞിട്ട് അതാണ് വിപ്ലവം, ഐക്യത്തിന് വിഘാതമാകുന്നതാണ് ജാതി പേരെങ്കിൽ അത് കളയുന്നു എന്ന് പറഞ്ഞ് കേളപ്പനാകട്ടെ മന്നമാകട്ടെ അവരൊക്കെ ജാതി പേരൊക്കെ കളഞ്ഞ് വിപ്ലവം സൃഷ്ടിച്ച നാട്ടില് ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന വാല് അലങ്കാരമാക്കി. നമ്പൂതിരിപ്പാടിന് മാത്രമല്ലാതെ ആരുമായിക്കൊള്ളട്ടെ, നായനാരാകട്ടെ അച്യുതമേനോനാകട്ടെ എല്ലാവരും ആ വാല് അലങ്കാരമായി കൊണ്ട് നടന്നതാണ്. അത് അവരുടെ ഉള്ളിലുള്ള ആ സവർണ ബോധമാണ് കാണിക്കുന്നത്. ഇന്ന് സമാജത്തിനിടയിൽ സവർണ ബോധമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്കിടയിൽ സവർണ ബോധമില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ആ സവർണ ബോധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ബാക്കി പത്രമാണ് ഒരു ആദിവാസി വനവാസി സ്ത്രീ, അതും ഒരു സ്ത്രീ, അവരുടെ ഒരു ഫോട്ടോ അവിടെ വെക്കുക എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കാൻ സാധ്യമല്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ടായിരിക്കാം അവർ ആ ഫോട്ടോ നീക്കിയിരിക്കുന്നത്. ഒന്ന്, ദേശീയതയോടുള്ള പക; രണ്ട്, അവരുടെ ഉള്ളിലുള്ള ആ സവർണ മൂരാത്തി മനോഭാവം. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അവർക്കത് വെക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഉറപ്പാണ്. ശരി, നന്ദി ശ്രീമതി ശശികല ടീച്ചർ.